എണീറ്റു. രാവിലെ എണീറ്റില്ല, ഉച്ചയ്ക്ക് എണീറ്റ്. എന്നിട്ട് ആലോചിച്ചു ഇന്നെന്താ ചെയ്യുക. അപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ് കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ ബട്ടർ കേക്കിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാം. വേണോ ബ്രൗണി വേണോ എന്നുള്ള അടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ബട്ടർ കേക്ക്. അവസാനം എൻ്റെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളിത് കേക്ക് ഉണ്ടാക്കാൻ പോണേ. മാവെടുത്ത് പിന്നെ ബട്ടർ എടുത്ത് ഒരു കുറച്ചധികം ബട്ടർ തന്നെ എടുക്കാം. ഇത്രയും ബട്ടർ ഉപയോഗിക്കല്ലേ. ബട്ടർ കേക്ക് അങ്ങോട്ട് ബട്ടർ ഓവറായിട്ട് നമ്മളങ്ങ് കഴിച്ചങ്ങ് അലിഞ്ഞു പോകണം. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്തെറ്റി അടിച്ചു നമ്മൾ മെഷീൻ മേടിച്ചു. പിന്നെ തന്നെ കൈകൊണ്ട് ചെയ്യാണ്ടിരിക്കാൻ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. കാരണം അതങ്ങോട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് വർക്കാവും. എത്ര മുട്ട? പുതിയൊരു മെഷീൻ നമ്മൾ കണ്ടുപിടിച്ചു. ഈ മെഷീൻ ഇല്ലാത്തതായിരുന്നു നമ്മൾ ആക്ച്വലി ഇല്ലാതിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ പരിപാടി തീർന്നു. കയ്യും വേദനിക്കും. ഞാനും സ്ഥലം മാറി മാറി മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മൾ കുറച്ച് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇതാണ് കീ. ഇപ്പൊ നമ്മളിപ്പോ അരിക്കും മേലിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് അവിടെ നിൽക്കൂലേ, എന്താന്ന് വെച്ചാൽ അതൊക്കെ കട്ടിയുള്ള പീസാണ്. അപ്പൊ അതൊക്കെ കേക്കിൽ വന്നു കഴിഞ്ഞാൽ കേക്ക് പൊന്തൂല. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഡെൻസായിട്ട് ഇങ്ങനെ കിടക്കും. ഇതാകുമ്പോൾ പൊങ്ങി വരും കേക്ക്. നമ്മളത് മിക്സ് ചെയ്യും. വേണോ മിക്സ് ചെയ്യാം, മെല്ലെ മെല്ലെ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ആവും. ഞാൻ ബട്ടറെല്ലാം കണ്ട് മടുത്തു. ഇത്രയും ബട്ടർ ഒരുമിച്ച് കണ്ടിട്ട് തന്നെ സഫർ വ്ളോഗും നൂറുൽ ഷെരീഫ് വ്ളോഗും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ടർ കേക്ക് ആ ഒരു അടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബട്ടറിൽ ഒതുങ്ങിയത്. ചോക്ലേറ്റ് കാണാതെ കഴിക്കണം. എനിക്ക് വേണ്ടി സാധനം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നെ നമ്മൾ ബട്ടർ ആക്കി നോക്കാം എത്ര ഇല്ലെങ്കിൽ ഒരു കേക്ക് ഓർഡർ ചെയ്ത് വിട്ടോട്ടോ. ഓക്കെ ഓക്കെ ബൈ. വിളിക്കാം, ഉണ്ടാക്കി തരാം. വീട്ടിൽ വരൂ. ശരി ബൈ ബൈ. എനിക്ക് ശരിയല്ല, ഇതുവരെ കേക്ക് ചുമ്മാ പണ്ട് കഴിച്ചിട്ടുണ്ടാവണം. ഡെലിക്കോ ബ്ലിസ് സാലു BBA കഴിഞ്ഞ സമയത്ത് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യാൻ ഇങ്ങനെ ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു ഡെലിക്കോ ബ്ലിസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഹോം ബേക്കിംഗ് പരിപാടി. ഞാൻ ആ കേക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. എനിക്ക് കൊണ്ട് തന്നിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മെയിൻ ബെസ്റ്റ് എന്നുണ്ടെങ്കിലും നല്ലതായിരുന്നു. ഡെലിക്കോ ബ്ലിസ് എനിക്ക് എന്റേതായ കസ്റ്റമർ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡെലിക്കോ ബ്ലിസ് എന്ന് മേടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പ്ലാനിങ് സുസാലിന് ഇപ്പോഴത്തെ കോഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയൊരു 2 months ബിഫോർ ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കാണ്, ചിന്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ കേക്ക് ഇത് നോക്കിയിട്ട് നമുക്ക് റെഡിയാണ്. നല്ലൊരു ഗ്ലാസ് പാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു ഒന്ന്. ഞാനും ഇപ്പോഴും അറിയുന്നത്. അതെ, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രിപ്പറേഷൻ. എന്റെ കൈയിട്ട് കലക്കുന്ന കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, നമ്മൾ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിലൊരു കുക്കിംഗ് സ്റ്റൈൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ മതി, എങ്ങനെയെങ്കിലും കഴിവുണ്ടാക്കുക കുളിക്കുക എന്നുള്ളൊരു തീരുമാനം. സഫർ നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുക എന്നൊരു വാചന നമ്മളെ തുടങ്ങിയപ്പോ കുളിക്കാൻ പോയതാണ്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കേക്ക് ഉണ്ടായി തീരുമ്പോ കറക്റ്റ് ആയിട്ട് എത്തും എന്നാണ് നമുക്ക് തോന്നുന്നത്. ബട്ടർ കേക്കിന്റെ കൺസിസ്റ്റൻസി കാണൂ, എന്താ രസം.
ആ ബാറ്റർ ഉണ്ടോ? നന്നായി വന്നു കേട്ടോ. അതെ, ബട്ടർ കേക്കിന് ഇതാണ് കൺസിസ്റ്റൻസി. ഓവറായാൽ ശരിയല്ല. ഇപ്പോഴാണ് ഒരു ബട്ടർ കേക്കിൻ്റെ ഒരു സാധനം വരുന്നത്. ആഹാ, വണ്ടർഫുൾ. ബട്ടർ കേക്കിൻ്റെ ബാറ്റർ പഠിച്ചോനെ കേക്കായാൽ മതിയായിരുന്നു. കാണേ കണ്ടായിരുന്നല്ലോ കേക്ക് വെക്കുന്നത് വരെ കറക്റ്റ് ആയിരുന്നു. എത്ര മിനിറ്റ് ആയി? 8 minutes ആണ് നമ്മളുടെ ഒരു കണക്ക് കൂട്ടൽ. അത് കഴിഞ്ഞ ഉടനെ കഴിക്കാം അല്ലേ? അത് കഴിഞ്ഞ ഉടനെ കഴിക്കാം. തണുക്കാൻ വെയിറ്റ് ചെയ്യണം. തണുക്കാൻ വെയിറ്റ് ചെയ്യണം, അങ്ങനെയാണ്. തണുക്കാൻ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇറങ്ങി വരില്ല. 5 minutes വെച്ചോ. 8 minutes ആണ് നമ്മളുടെ കണക്ക്. 5 minute ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു. കാണാമല്ലോ. ഇനി ഇവിടെ ഇങ്ങനെ വെയിറ്റ്, ഇനി എന്റെ പോയി വെച്ച് ഇഷ്ടപ്പെട്ട് കറങ്ങുന്നതാണ്. ഈ 8 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഞാൻ തുറന്നിപ്പോ കാണിക്കില്ല. ഞാൻ തുറന്നല്ല, അത് ഡയറിയും കൂടെ ആണ്. അതുകൊണ്ട് കുറെ സീക്രട്ട് ഒക്കെ ഉണ്ട്. ഇത് ഇത്ര കഷ്ടപ്പെട്ട് സൂം ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത് കണ്ടുപിടിക്കും. ഇത് ഞാൻ പറഞ്ഞ സാറിന് ഡെലിക്കോ ബ്ലിസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന സാറിന്റെ റെസിപ്പീസ് ആണ്. ഓരോ വട്ടം എഴുതി ചെയ്ത് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് കവർ ചെയ്ത് വെക്കാം. ദ ബെസ്റ്റ് ബ്രൗണി എവർ എന്ന് അവള് തന്നെ എഴുതിയിട്ടുണ്ട്. ആഡ് മോർ ഡാർക്ക് ചോക്ലേറ്റ്സ്. ഡെലിക്കോ ഫഡ്ജ് ബ്രൗണി. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ബ്രൗണി വന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കുറെ റെസിപ്പീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് കുറെ നാൾക്ക് ശേഷം നമ്മൾ മറ്റേ റെസിപ്പി ഒക്കെ ഇറക്കുമല്ലോ, ബുക്സ് ഒക്കെ. അതുപോലെ നമ്മളത് സഹലാസ് കുക്ക് ബുക്ക് ഞാൻ നേരത്തെ പബ്ലിഷ് പൊങ്ങുന്നുണ്ട്. കേക്കാവുന്നുണ്ട് ഗൈസ്, പൊങ്ങുന്നു. ഇത് പകുതി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പൊങ്ങിയിട്ടുണ്ട്. കേക്കാവുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നോക്കാം. ഇറങ്ങുന്നുണ്ട്. പൊങ്ങി പുറത്തു പോലല്ലോ. പൊങ്ങി പുറത്ത് വെളിയിലൊന്നും ഇറങ്ങില്ല, പൊങ്ങി നിൽക്കുള്ളൂ. ഇങ്ങനെ പൊങ്ങി മേളിലേക്ക്. കുഴപ്പമില്ല, വരട്ടെ. താന്നു, പക്ഷെ പിന്നെ പൊങ്ങിയിട്ടുണ്ട്. എന്താവും അറിയാം, കണ്ടറിയാം. ഒരു 30 സെക്കൻഡ് ഉണ്ട്. എല്ലാം പറഞ്ഞിട്ടേ പോകണം. കേക്കായോ? ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് നോക്കാം. കേക്ക് കുറച്ച് നേരം കൂടെ കുക്കിങ്ങിന്റെ മെയിൻ എന്ന് വെച്ചാൽ ട്രെയിനിങ്. കേക്ക് ആയിട്ടുണ്ട്. കേക്ക് കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. ഇനി ഇത് മറിയുമ്പോൾ കഴിക്കാൻ പറ്റുന്നൊരു കേക്കായിട്ട് മാറുമെന്നുള്ള വിശ്വാസത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈയിടൊക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് എടുക്കും. എനിക്ക് മുകളിലെ പോർഷൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അത് ആക്ച്വലി എൻ്റെ OTGയിലാണ് ഇങ്ങനെ ബ്രൗൺ ആയി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് വരുന്നു. നമ്മൾ ബട്ടർ ഇട്ട് കുറച്ച് കേക്ക് 1/2 കിലോ ബട്ടർ തീർന്നു. വീഴുന്നല്ലേ. ഇനി ഇത് കേക്കാവുമോ എന്നുള്ള ഡൗട്ടാണ്. വീണു ഒടിഞ്ഞു എന്നുള്ളത് സക്സസ്. മണം വരുന്നല്ലേ, കട്ട് ചെയ്യട്ടെ. നല്ല ബട്ടറിന്റെ ആ ഒരു മണം. ബട്ടർ ഇട്ടങ്ങട് അങ്ങനെ മുറിച്ച് അതിലോട്ട് സോഫ്റ്റ് കേട്ടാ. ഇങ്ങനെ മറിച്ചിട്ട് എസ്തറ്റിക്കായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് അത് നമ്മൾ ആരാന്നാ. കേക്കയില്ലേ? ചൂടുപോയ ബട്ടർ കേക്ക് ചൂടായിരുന്നപ്പോഴും നല്ല രസം. അപ്പൊ നമ്മുടെ കേക്ക് ആക്ച്വലി നല്ല സക്സസ്ഫുൾ ആയിട്ടാ.
പ്രതീക്ഷിച്ചില്ല ഇത്ര നന്നാവും. ഇത്രയാണെന്ന് മനസ്സില. ഇതും ചൂട് പോയാൽ പോലെ ഇനി നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. ഇതൊരു ഹോം മെയ്ഡ് ഈസി ബട്ടർ കേക്കാണ്. വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വളരെ എളുപ്പം. നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ അത് ഈസി ആയിരിക്കും. ആ വളരെ ഞാനും വിചാരിച്ചു എന്തോ കുറേ പരിപാടി ഉണ്ടെന്ന് കേക്ക് ഉണ്ടാക്കാൻ. പക്ഷേ ആ മിക്സിങ് കറക്റ്റ് അളവും പരിപാടിയും സെറ്റായ ഒരു 10 മിനിറ്റിൻ്റെ കേക്ക് ആവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വ്ളോഗ്. ഇനി നമ്മളിത് മൊത്തം കഴിക്കാനുള്ള പ്ലാനാണ്. ഇനി ഇങ്ങനെ അടുത്ത ലെയർ ലെയറായിട്ട് കേക്ക് ഇനി ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ പോകുന്നുണ്ടത്. നല്ല രസമാണോ? ഒരു നല്ലോണം അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു കേക്ക് മേക്കിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ കണ്ടത്. ഇനി നെക്സ്റ്റ് അടുത്തെന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് വരാം നെക്സ്റ്റ് വീഡിയോയിൽ. എന്താ സോഫ്റ്റ് അല്ലേ?